നമസ്കാരം. ശിവൻ ലിംഗരൂപത്തിൽ ആരാധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് അനേകം ഉത്തരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ദർശനമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ ഉറവിടങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ അനേകം അറിവുകൾ കിട്ടിയിരിക്കാം. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അറിവ് ഇവിടെ പങ്കുവെക്കുന്നു എന്നു മാത്രം. ശിവലിംഗം എന്ന പദത്തിൻ്റെ സൂക്ഷ്മ അർത്ഥം ബ്രഹ്മത്തിൻ്റെ അടയാളം എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്, സൂക്ഷ്മബോധമായിട്ടുള്ളത്, ബ്രഹ്മസ്വരൂപി എന്നൊക്കെയാണ്. ശിവലിംഗം എന്ന വാക്ക് അതുകൊണ്ട് തന്നെ സൂക്ഷ്മബോധത്തിൻ്റെ അടയാളം എന്ന് പറയാവുന്നതാണ്. അങ്ങനെ സൂക്ഷ്മബോധത്തിൻ്റെ അടയാളം വരുമ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആകാരം ഉണ്ടാകാറുമില്ല. ഇവിടെ നമ്മൾ ശിവലിംഗത്തെ പരിശോധിക്കുമ്പോൾ ദീർഘഗോളാകൃതിയാണ് അതിൻ്റെ ഉപരിഭാഗം. അത് ഒരു പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന മട്ടിലാവും പ്രതിഷ്ഠ. ആ പീഠം ശക്തിപീഠമാണ്. ദീർഘഗോളാകൃതിയിലുള്ള ശിവലിംഗത്തിൻ്റെ ഉപരിഭാഗം ഈ ശക്തിപീഠ മധ്യത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ശിവക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ. മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ശിവലിംഗ ബിംബത്തിൽ മുഖം ചാർത്താറുണ്ട്. വെള്ളിയിലോ പഞ്ചലോഹത്തിലോ ഒക്കെ തീർത്തെടുക്കുന്ന ശിവരൂപം, മുഖമോ അങ്കിയോ ഒക്കെ ഈ ശിവലിംഗ ബിംബത്തോട് ചേർത്ത് ഘടിപ്പിച്ച് അതിൽ പൂജകൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു പരിധിവരെ ഒരു ദർശന സായുജ്യത്തിനു കൂടിയാണ്. എന്നാൽ മൂലബിംബമെന്ന് പറയുന്നത് അർദ്ധഗോളാകൃതിയിലുള്ള ഈ ശിവലിംഗമായിരിക്കും. സൂക്ഷ്മബോധത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അടയാളം എന്നാണ് വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആദിമധ്യാന്തരഹിതമായ പരബ്രഹ്മത്തിൻ്റെ അടയാളം ഏതാണോ അതിന് ഒരു നിശ്ചിത സൂക്ഷ്മ ആകൃതി ഉണ്ടാവുക സ്വാഭാവികമല്ല. അതുകൊണ്ടാകണം അവ്യക്തതയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ആകൃതി ആ ബിംബമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് കാരണം. പിന്നെ സൂക്ഷ്മബോധം വിലയിച്ചു ചേരുന്നതും ഇപ്രകാരമുള്ള ശിവലിംഗ ബിംബത്തിലാണ്. ഈ ശിവലിംഗ ബിംബം ശക്തിപീഠത്തിൽ ചേർത്ത് ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് പൂർണ്ണ വിഗ്രഹ പ്രതിഷ്ഠ. അതായത് പ്രപഞ്ചത്തിൻ്റെ ആധാരമായി ശിവശക്തി ഭാവത്തെ അവിടെ ആവിഷ്കരിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മബോധവും നിശ്ചലവും നിരാകാരവും നിർഗുണവും നിസ്സീമവുമായ ആ ചൈതന്യം എല്ലാ ചലനങ്ങളുടെയും ഊർജങ്ങളുടെയും പ്രതീകമായ ശക്തിയോട് ചേരുമ്പോഴാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത് എന്നുള്ള തത്വം ഈ ഒരു വിഗ്രഹപ്രതിഷ്ഠയിൽ ലീനമായിരിക്കുന്നതായിട്ട് കാണാം. ശിവം ശക്തിയോട് ചേരുമ്പോഴാണ് പരിപൂർണമായ ചൈതന്യഭാവം അവിടെ ആവിർഭാവം കൊള്ളുന്നത്. ആദിമധ്യാന്തരഹിതമായ അനന്തമായ കാലത്തിൻ്റെ പ്രതീകവും കൂടിയാണ് ഈ ശിവലിംഗ ബിംബം. അതിന് ആദിയും അന്തവുമില്ലാത്ത ഒരു സ്തൂപത്തിൻ്റെ സാമ്യം കാണുന്നുണ്ട്. അത് തന്നെ അനാദ്യന്തരഹിതമായ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ ചൈതന്യഭാവമായിട്ട് ഉപമിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ ശിവലിംഗ പ്രത്യേകതയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഇനിയും അനവധി
വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താനാവും. അതിൽ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. നന്ദി, നമസ്കാരം.